ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് ചില തിരിച്ചടികൾ കിട്ടാൻ പോവുകയാണ്. അവർ നിങ്ങളോട് കാണിച്ച പല ദുഷ്പ്രവർത്തികൾക്കുള്ള ഫലം അവർ അനുഭവിക്കാൻ പോവുകയാണ്. അവരെക്കുറിച്ചും അവർ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത ദുഷ്പ്രവർത്തികളുമാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിരന്തരമായിട്ട് മാനസികമായിട്ട് വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ടത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തവ നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള, അതായത് വളരെയധികം സ്വാർത്ഥ മനോഭാവമുള്ള ഒരാളാണ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്കും അവർക്ക് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആളുകളാണ് അവരെന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങളെ അവർ ഒരിക്കലും വില കൽപ്പിക്കാറില്ല, അല്ലെങ്കിൽ അവര് ഒരിക്കലും ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ് യഥാർത്ഥം. പലപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ അവരോട് പറയുമ്പോൾ അവർ അതിനൊരു വില തന്നിട്ടില്ല, അല്ലെങ്കിൽ അവരതിനെ കറക്റ്റായിട്ട് ഗവനിച്ചിട്ടില്ല. അതിനെ എതിർക്കാനാണ് അവർ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അവര് പലപ്പോഴും നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ പലപ്പോഴും ഉള്ളിൽ ഒതുക്കിയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ പോയിരുന്നത്. അതുപോലെ ഈ വ്യക്തി മറ്റുള്ളവരുടെ കണ്ണിൽ എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരാളാണ്. വളരെയധികം നിഷ്കളങ്കനായിട്ടുള്ള, ഇന്നസെന്റ് ആയിട്ടുള്ള നല്ലൊരു പാവം പോലെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ അയാൾ കാണുന്നത്. മറ്റുള്ളവർക്ക് അവരെക്കുറിച്ച്, അതായത് നല്ലത് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ അവരുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒന്നാണ്. അവർ നിങ്ങളോട് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങള് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവിടെയും പലപ്പോഴും നിങ്ങളാണ് കുറ്റക്കാരനാവുന്നത്. കാരണം മറ്റുള്ളവരുടെ കണ്ണില് അവര് പാവമാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇന്നസെന്റ് ആണ്. ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവര് മറ്റുള്ളവരുടെ മുമ്പില്. അതായത് നിങ്ങളെ ദ്രോഹിച്ചെങ്കിൽ പോലും അവരാണ് വിക്റ്റിമായിട്ട് അവര് ചമയുന്നത്. അതായത് നിങ്ങൾ അവരെ എന്തോ ചെയ്തു, അല്ലെങ്കിൽ അവര് പെർഫെക്റ്റ് ആണ്, അവര് നല്ലതാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കുറ്റക്കാരനാക്കുന്നു. ആ ഒരു രീതിയിലാണ് അവര് മറ്റുള്ളവരുടെ മുമ്പില്. അവരെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചത് എന്ത് പറഞ്ഞാലും അതൊന്നും ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളതും. നിങ്ങൾക്ക് എന്ത് നല്ല കാര്യം പറഞ്ഞാലും, നിങ്ങൾ അവരോട് എന്ത് നല്ല കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ പ്രവർത്തിച്ചാലും അതിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് അവർ പലപ്പോഴും ശ്രമിക്കുന്നത്. അല്ല, ഇനി കുറ്റങ്ങൾ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങളെയും അല്ലെങ്കിൽ പ്രവർത്തികളെയും ഒന്നും അംഗീകരിക്കാൻ ഒരിക്കലും അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള പ്രവർത്തികളുടെ ഫലം തീർച്ചയായിട്ടും അവർക്ക് കിട്ടുമെന്നുള്ള സന്ദേശമാണ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഈശ്വരനിൽ ഒരുപാട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് ആർക്കും ദ്രോഹമോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനോ എന്നും ശ്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരല്ല. അതായത് നിങ്ങളെ വേദനിപ്പിച്ചവരോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവാറില്ല. എല്ലാം സമയമാകുമ്പോൾ ഈശ്വരൻ കൊടുക്കും എന്നുള്ള ചിന്താഗതിക്കാരാണ് നിങ്ങള് ഈശ്വരനില് നിങ്ങളുടെ വിഷമങ്ങള് അർപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വാക്കുകള് മറ്റുള്ളവർ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇവര് പറയുന്നതെല്ലാം മറ്റുള്ളവര് അനുസരിക്കണം, ഇവരാണ് ശരി എന്നുള്ള ഒരു നിർബന്ധമുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത്.
എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ ഒരിക്കലും ഇവര് കേൾക്കാനോ അല്ലെങ്കിൽ അനുസരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ ഒന്നും അവര് തയ്യാറാകുന്നില്ല. നിങ്ങളെ ഭരിക്കാനും അല്ലെങ്കിൽ അനുസരിപ്പിക്കാനുമാണ് അവർ എപ്പോഴും ശ്രമിക്കുന്നത്. നിങ്ങളോട് ആജ്ഞാപിക്കാനും നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാനുമാണ് അവർക്ക് ഇഷ്ടവും. എല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് കാണുന്ന സ്വഭാവക്കാരാണ് ഇവര്. ഒന്നിനോടും ഒരു സീരിയസ്നെസ് ഇല്ല, ഒന്നിനോടും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സ്വഭാവമാണ് അവർക്ക്. അവരെയാണ് ഇമ്പോർട്ടൻസ്, അവരാണ് അവർക്ക് പ്രാധാന്യം, അവരുടെ ഇഷ്ടങ്ങളാണ് പ്രാധാന്യം. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചിന്താഗതി ഉള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഞാനാണ് വലുത്, ഞാനാണ് ശരി, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അവർക്ക് ഒരാവശ്യം വന്നപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവരോടൊപ്പം നിന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തു, ധൈര്യം കൊടുത്തു, അവരെ നിങ്ങൾ ചേർത്ത് നിർത്തി. ആ ഒരു സമയത്ത് നിങ്ങളോട് വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ അവർ കാണിച്ചിരുന്നു പുറമെ. എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങളെ വീണ്ടും അവര് പഴയ രീതിയിൽ നിങ്ങളെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ മറന്ന് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ വ്യക്തിയുടെ പല പ്രവൃത്തികളും നിങ്ങളെ വളരെ ആഴത്തില് സങ്കടപ്പെടുത്തി അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരോടും ഒരു പരാതിയും ഒന്നും പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കിയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നാണ് കാണുന്നത്. നിങ്ങളായിട്ട് ആരോടും വഴക്കിനോ പ്രശ്നത്തിനോ നിൽക്കാതെ സമാധാനം ഉണ്ടാകണം എന്നുള്ള ചിന്തയില് എല്ലാം കണ്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നാണ് എനിക്കിവിടെ കാണുന്നത്. എന്തായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് എന്ത് തന്നെ ആയാലും, അതിപ്പോ നല്ലതായാലും ചീത്തയായാലും, അത് ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. ആരാണോ നിങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്, നിങ്ങളെ ആരാണ് ദ്രോഹിച്ചത്, അവർക്ക് അതിനുള്ള ഫലം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ അതിലൂടെ അവർക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. അവരുടെ പ്രവർത്തികള് തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് അവർക്ക് വന്നു ചേരാം. ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അത് നല്ലതായാലും ചീത്തയായാലും അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ അങ്ങനെ. ഈ ലോകത്തില് ഒരാൾക്കും അതിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുകയില്ല. നമുക്ക് മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളെ ദ്രോഹിച്ച ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുൻപിൽ നല്ല പിള്ള ചമഞ്ഞ് അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങളെ അവരെ വിക്ടിം ചമഞ്ഞിട്ട് നിങ്ങളാണ് ദ്രോഹിച്ചത് എന്ന് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ലേ? പക്ഷെ എന്നാല് യൂണിവേഴ്സിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കർമ്മയുടെ മുൻപിൽ ഇതൊന്നും സാധ്യമല്ല എന്നുള്ളതാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും, പക്ഷേ പ്രപഞ്ചത്തിനെ അല്ലെങ്കിൽ കർമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഡോർ അടച്ചിട്ട് അതിന്റെ ഉള്ളിലിരുന്ന് ഒരു പ്രവൃത്തി ചെയ്താൽ പോലും മനുഷ്യർക്ക് അറിയാത്തതായിരിക്കും ഒരു പക്ഷേ ഇത് റെക്കോർഡ് ആവുന്നുണ്ട്. അതാണ് കർമ്മ. അപ്പോൾ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അവരുടെ പ്രവർത്തികൾ കാരണം മാനസികമായിട്ട് നിങ്ങൾ തളരേണ്ടതില്ല. കാരണം നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് മോശം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലുമല്ല നിങ്ങൾ. മറ്റുള്ളവരെ ദ്രോഹിക്കാനും നിങ്ങൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല കർമ്മ ഫലങ്ങളുടെ ഫലം തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളെ ദ്രോഹിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇവിടെ കാണുന്നത്. ഈശ്വരാനുഗ്രഹം നിറഞ്ഞവരായി നിങ്ങളെ കാണുന്നു. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറയുന്നതായിട്ട് കാണുന്നു. സന്തോഷമായിരിക്കുക. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാവട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.